ഫോറം ഓഫ് ബാങ്കേഴ്സ് ക്ലബ്സ് കേരളയുടെ ബിസിനസ്മാൻ ഓഫ് ദി ഇയർ 2025 അവാർഡിന് സിന്തൈറ്റ്സ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ് അർഹനായി. മാർച്ച് 8-ന് എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ പത്മഭൂഷൺ സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. മൈസെൽഫ് വിജയ് കുമാർ KR. ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ജനറൽ മാനേജറായിരുന്നു, റിട്ടയർ ചെയ്ത ആളാണ്. സ്റ്റേറ്റ് ഫോറം ഓഫ് ബാങ്കേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. സ്റ്റേറ്റ് ഫോറം ഓഫ് ബാങ്കേഴ്സ് ക്ലബ് SFBCK കേരളത്തിലുള്ള സകല ബാങ്കേഴ്സ് ക്ലബുകളുടെയും ഒരു എപെക്സ് ബോഡിയാണ് SFBCK എന്ന് പറയുന്നത്. ഈ SFBCK തുടങ്ങിയിട്ട് ഏതാണ്ട് 17 കൊല്ലം കഴിഞ്ഞു. ഇത് 17ാമത്തെ 70th എഡിഷനാണ് ഇപ്പോൾ ഈ ഞായറാഴ്ച നടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ബാങ്കേഴ്സ് ക്ലബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മേജർ സിറ്റികളിലും ബാങ്കിലെ മാനേജേഴ്സ് എല്ലാം കൂടി നടത്തുന്ന ഒരു ക്ലബ്ബാണ്. എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും IBAയുടെ ഒരു ചെറിയ യൂണിറ്റ് ആയിട്ടാണ് ഈ ബാങ്കേഴ്സ് ക്ലബ്ബുകൾ വർക്ക് ചെയ്യുന്നത്. കേരളത്തിൽ മൊത്തമുള്ള ബാങ്കേഴ്സ് ക്ലബ്ബുകളുടെ ഒരു എപെക്സ് ബോഡി ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എല്ലാ കൊല്ലവും ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അവാർഡും അതുകൂടാതെ ബാങ്കിങ് എക്സലൻസ് അവാർഡും കൊടുക്കാറുണ്ട്. അതുകൂടാതെ എല്ലാ കൊല്ലവും ഈ സ്പോർട്സ് അവാർഡുകളും മറ്റ് ഫങ്ഷൻസും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഇതിന്റെ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറാണ്. എൻ്റെ പേര് വിജയകുമാർ എന്നാണ്. ഇദ്ദേഹം ഞങ്ങളുടെ ട്രഷറർ ആണ്. SFBCK ട്രഷററാണ് അഡ്വക്കേറ്റ് വിജയൻ നായർ. ഇത് മിസ്റ്റർ ജയഗോപാൽ ഈ SFBCKയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം തോമസ് ജോസഫ് SFBCKയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റാണ്. അപ്പുറത്തിരിക്കുന്ന ആള് മിസ്റ്റർ അശോകൻ MB ഈ SFBCKയുടെ പബ്ലിസിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനറാണ്. ഇതിന്റെ മേജർ ഫംഗ്ഷൻ സൺഡേ, ഈ വരുന്ന സൺഡേ ഹോട്ടൽ ഹോളിഡേ ഇന്നിലാണ് നടക്കുന്നത്. വൈകിട്ട് 6:00-ക്കാണ്. നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. ഇൻവിറ്റേഷൻ ആൾറെഡി തന്നിട്ടുണ്ട്. അതുകൂടാതെ പ്രസ് റിലീസും തന്നിട്ടുണ്ട്. ഇനി SFBCKയെ കുറിച്ചും അതിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചും എല്ലാം നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സംസാരിക്കും. അതുകൂടാതെ ഈ അവാർഡ് കിട്ടിയവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നതായിരിക്കും. SFBCK ഒരു അപെക്സ് ബോഡിയാണ്. വിജയകുമാർ പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിഞ്ഞ 17 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ 2-3 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ബിസിനസ്മാൻ ഓഫ് ദ ഇയർ. ഞങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട് എല്ലാ കൊല്ലവും. കേരളത്തിലെ പ്രമുഖരായ എല്ലാ ബിസിനസ്സുകാർക്കും ഞങ്ങൾ ഓരോ കൊല്ലമായിട്ട് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം VK മാത്യൂസിനായിരുന്നു IBA സോഫ്റ്റ്വെയറിൻ്റെ. ഞങ്ങൾ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റിന് ഞങ്ങളുടെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. TS കല്യാണരാമൻ, MP മുഹമ്മദ് മലബാർ ഗോൾഡിൻ്റെ, PNC മേനോൻ, ആസാദ് മൂപ്പൻ, അങ്ങനെ നിരവധി ബിസിനസ്സുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കൊല്ലം ഞങ്ങളത് കൊടുക്കുന്നത് സിന്തൈറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ ബിജുവിനാണ്. ഞങ്ങളുടെ മറ്റൊരു ആക്ടിവിറ്റി ബാങ്കുകളുടെ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ ഇവാലുവേഷനാണ്. ഞങ്ങൾ ബാങ്കുകളെ 3ആയി തരംതിരിക്കും. സർക്കാർ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ, ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ഇവരുടെ പ്രവർത്തനത്തിനെ വിലയിരുത്തി വിവിധ വശങ്ങളിലുള്ള പ്രവർത്തനത്തിന്, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റ്സ്, പ്രോഫിറ്റബിലിറ്റി, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ബെസ്റ്റ് ബാങ്കിന് സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 17 കൊല്ലമായിട്ട് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഇവാലുവേഷൻ നമുക്ക് തുടർന്ന് പോകുമ്പോൾ അറിയാൻ പറ്റും ഇന്ത്യയിലെ ബാങ്കിങ് വളരെ സ്ട്രോങ് ആയിട്ട് വരികയാണ്. പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ ബിസിനസ് പെർ എംപ്ലോയിയും ക്യാപിറ്റൽ ആഡിക്വസിയും വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, എല്ലാ ബാങ്കിലും സബ്സ്റ്റാൻഷ്യലായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞങ്ങൾ ആ എല്ലാ പബ്ലിഷ് ഡാറ്റ വെച്ചാണ് ഞങ്ങൾ ഈ സെലക്ഷൻ നടത്തുന്നത്. അതിന് എല്ലാ കൊല്ലവും ഒരു അക്സെപ്റ്റഡ് ഒരു ജൂറി ആണ് അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബെസ്റ്റ് ബാങ്ക് ബ്രാഞ്ചസിനെയും സെലക്ട് ചെയ്യാറുണ്ട്. കുറച്ചും കൂടി കുറവ് ക്രൈറ്റീരിയ വെച്ച് ബ്രാഞ്ചിൻ്റെ പെർഫോമൻസ് നോക്കി ഞങ്ങൾ എല്ലാ കൊല്ലവും ബെസ്റ്റ് ബ്രാഞ്ച് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്റർ ബാങ്ക് ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഇന്റർ ബാങ്ക് ക്രിക്കറ്റ്, അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ,
ചെസ് തുടങ്ങിയ ടൂർണമെൻറ്റുകളും എല്ലാ കൊല്ലവും നടത്താറുണ്ട്. കഴിഞ്ഞ 17 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. റിസൾട്ടുകളെ കുറിച്ച് ഈ കൊല്ലത്തെ അവാർഡിൻ്റെയും റിസൾട്ടിനെ കുറിച്ച് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പറയുന്നു. ഈ SFBCK ഇത് 17ാമത്തെ വർഷമാണ് ബാങ്കിങ് എക്സലൻസി അവാർഡുകൾ കൊടുക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിധത്തിലുള്ള ബാങ്കുകളും, പബ്ലിക് സെക്ടർ ബാങ്ക് ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിക്കോട്ടെ, ന്യൂ ജനറേഷൻ ബാങ്ക് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനം RBI IBA സൈറ്റുകളിൽ എല്ലാവരുടെയും ബാലൻസ് ഷീറ്റും എല്ലാം ലഭ്യമാണ്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് പല പാരാമീറ്റേഴ്സും നോക്കിയിട്ടാണ് ഈ ബാങ്കുകളുടെ അവാർഡുകളൊക്കെ നിർണ്ണയിക്കുന്നത്. ഈ വർഷം ദേശീയ തലത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും മികവ് കാട്ടിയ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്ക്. പൊതുമേഖലാ ബാങ്ക് 2 വിധമായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. വലിയ വിഭാഗം, അതായത് 10 ലക്ഷം കോടിയിൽ കൂടുതൽ ബിസിനസ് ഉള്ള ബാങ്കുകളും 10 ലക്ഷത്തിൽ താഴെ ബിസിനസ് ഉള്ള ബാങ്കുകളും. അപ്പൊ വലിയ വിഭാഗത്തില് ബെസ്റ്റ് ബാങ്ക് ഇന്ത്യൻ ബാങ്കാണ്. സെക്കൻഡ് ബെസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി പൊതുമേഖലാ ബാങ്കിൽ തന്നെ 10 ലക്ഷം കോടിയിൽ താഴെ ബിസിനസ് ഉള്ള ബാങ്കുകളിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് ഏറ്റവും നല്ല മികച്ച ബാങ്കായിട്ട് എടുക്കപ്പെട്ടത്. രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ്. സ്വകാര്യ മേഖലയിലുള്ള അവിടെയും 2 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. വലിയ വിഭാഗത്തില് കരൂർ വൈശ്യ ബാങ്കാണ് ഏറ്റവും നല്ല ബാങ്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച രണ്ടാമത്തെ സ്വകാര്യ മേഖലാ ബാങ്ക് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കാണ്. മറ്റു വിഭാഗത്തിലുള്ള സ്വകാര്യ ബാങ്കുകളിൽ തമിഴ്നാട് മർക്കന്റൈൽ ബാങ്കാണ് ഏറ്റവും നല്ല ബാങ്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമത്തെ മികച്ച ബാങ്കായിട്ട് CSB ബാങ്ക് ഉണ്ട്. അവാർഡ് മെമ്മന്റോ ആണ് കൊടുക്കുന്നത്. അത് ഇത്രയും പാരാമീറ്റേഴ്സ് വെച്ചിട്ട് അവാർഡ് കൊടുക്കുന്നത് വേറെ ഇല്ലാത്തത് കാരണം ബാങ്കുകളുടെ MD-മാരോ ED-മാരോ ഒക്കെ തന്നെ ആയിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് വരാറുള്ളത്. ബിസിനസ് മാൻ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന സാർ പറഞ്ഞ പോലെ കേരളത്തില് പ്രവർത്തിക്കുന്ന വലിയ ബിസിനസ്സുകാരിൽ, അതായത് ഫിലാന്ത്രോപ്പിയിലെ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുന്നതും കൂടുതൽ മലയാളീസിനും ജോലി കൊടുത്തും അതേമാതിരി തന്നെ സ്റ്റേറ്റിലേക്ക് കൂടുതൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന അവാർഡാണ് ഓരോ വർഷവും ഓരോരുത്തർക്ക് കൊടുക്കുന്നത്.